ഇത് താരിഫ് യുദ്ധമല്ല, രാഷ്ട്രീയ ആക്രമണം. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. നിരന്തരം വാക്ക് മാറ്റിപ്പറയുന്ന ട്രംപിന് മുന്നിൽ ഇന്ത്യയുടെ ദീർഘകാല മുൻഗണനകൾ അടിയറവ് വെക്കരുത്. പ്രതികാരചിന്തവും ഉപരോധവും മറികടക്കാൻ ബ്രിക്സ് അടക്കമുള്ള കൂട്ടായ്മകൾ ശക്തമാക്കണം. യുഎസുമായി മുന്നേറുന്ന വ്യാപാര ചർച്ചകൾ അതേ ഊർജ്ജത്തിൽ മുന്നോട്ടു പോകണം. വ്യാപാരയുദ്ധം ലോകത്തിന് പുതിയ അനുഭവമല്ല. സായുധ ഏറ്റുമുട്ടലുകളോളമോ ചിലപ്പോൾ അതിലധികമോ മാരകമാണ് ചോര ചിന്താത്ത ഈ യുദ്ധങ്ങൾ. ഇവിടെ ഉത്പന്നങ്ങളുടെ സ്വതന്ത്ര സഞ്ചാരവും സാമ്പത്തിക ഒഴുക്കുകളും തടസ്സപ്പെടുകയും മേധാവിത്വ രാഷ്ട്രത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് വ്യാപാരത്തിന്റെ ദിശ നിർണയിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഈ യുദ്ധം അവികസിത രാജ്യങ്ങളെ കൂടുതൽ അവികസിതമാക്കും. വ്യാപാര മേഖലയിൽ വലിയ വിലപേശല് ശക്തിയുള്ളതും ഭൗമരാഷ്ട്രീയത്തില് മേൽക്കൈയുള്ളതുമായ രാജ്യങ്ങൾ നേട്ടങ്ങളുണ്ടാക്കും. സമ്പന്ന രാജ്യങ്ങൾക്ക് അനുകൂലമായ താരിഫ്, ക്വാട്ട സംവിധാനങ്ങളും ചട്ടങ്ങളും അടിച്ചേൽപ്പിക്കപ്പെടും. അന്താരാഷ്ട്ര നാണയനിധിയും ലോകബാങ്കും ലോക വ്യാപാര സംഘടനയുമെല്ലാം വ്യാപാരയുദ്ധത്തിലെ മാരക ആയുധങ്ങളായി മാറിയത് ലോകം പലപ്പോഴും അനുഭവിച്ചതാണ്. ബദൽ രാഷ്ട്ര കൂട്ടായ്മകളാണ് വൻകിട രാജ്യങ്ങൾ തുടങ്ങിവെക്കുന്ന വ്യാപാരയുദ്ധത്തെ അല്പമെങ്കിലും പ്രതിരോധിക്കാറുള്ളത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഒരിക്കലുകൂടി അധികാരത്തിലേറിയതോടെ യാതൊരു ന്യായീകരണവുമില്ലാത്ത താരിഫ് അതിക്രമത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളുമായി അമേരിക്കക്കുള്ള വ്യാപാര കമ്മി പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്നും അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമാണെന്നും തുടക്കത്തിൽ ന്യായം പറഞ്ഞ ട്രംപിന്റെ ഇപ്പോഴത്തെ പോക്ക് കണ്ടാല് വ്യാപാരമല്ല രാഷ്ട്രീയമാണ് ഈ എടുത്തുചാട്ടത്തിന് പിന്നിലെന്ന് വ്യക്തമാകും. ഇന്ത്യക്കെതിരെ നിരന്തരം ഭീഷണി മുഴക്കുകയാണ് ട്രംപ്. ഇന്ത്യയിൽ നിന്ന് കയറ്റിയേക്കുന്ന വസ്തുക്കൾക്ക് മേൽ 25% താരിഫ് ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ മുൻ പ്രഖ്യാപനം. ഇപ്പോൾ പറയുന്നത് താരിഫ് 50%ആക്കുമെന്നാണ്. റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങിയാൽ കടുത്ത തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച് ഒരു ദിവസം പിന്നിടുമ്പോഴാണ് പുതിയ ഭീഷണി വന്നത്. യുഎസ് ഉത്പന്നങ്ങൾക്കുമേൽ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യം ഇന്ത്യയാണെന്ന് ആവർത്തിച്ച ട്രംപ് ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളിയല്ലെന്നും പറഞ്ഞു. അവർ ഞങ്ങളുമായി ധാരാളം വ്യാപാരം നടത്തുന്നുണ്ട്. എന്നാൽ അവരുമായി ഞങ്ങൾക്കുള്ളത് തുച്ഛമാണ്. അവര് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയും റഷ്യ യുക്രൈന് യുദ്ധത്തിന് ഇന്ധനം പകരുകയുമാണ്. ഇങ്ങനെ പോകുന്നു ട്രംപിന്റെ വാക്കുകൾ. ജൂലൈ 30-നാണ് ഇന്ത്യയിൽ നിന്ന് യുഎസിലേക്ക് കയറ്റിയേക്കുന്ന ചരക്കുകൾക്ക് 25% തീരുവ ചുമത്തി ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടായത്. വ്യാപാര അസന്തുലിതാവസ്ഥയല്ല ട്രംപിന്റെ പ്രശ്നം, മറിച്ച് റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധവും വാങ്ങുന്നതാണ്. യുഎസും റഷ്യയും തമ്മിലുള്ള വ്യാപാര കരാറുകൾ അതേപടി നിൽക്കെയാണ് ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കുന്നതെന്നോർക്കണം. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പാചകവാതകമടക്കം കൊണ്ടുവരുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യന് എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യയെ ലക്ഷ്യമിടുന്നത് ന്യായരഹിതവും യുക്തിരഹിതവുമാണെന്ന് ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട്. ദേശീയ താൽപര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എങ്കിലും ഇന്ത്യന് കയറ്റുമതിക്കാർ ആശങ്കയിലാണ്. അവരുടെ ഏറ്റവും മൂല്യവത്തായ വിപണിയാണ് അമേരിക്ക. ഇന്ത്യയുടെ മൊത്തം ഔട്ട്ബൗണ്ട് ഷിപ്മെന്റിന്റെ ഏകദേശം 20%. ആ വ്യാപാര സാധ്യത അനിശ്ചിതത്വത്തിലാകുന്നത് അവർക്ക് സഹിക്കാനാകില്ലല്ലോ. അത് ഇന്ത്യയുടെ കയറ്റുമതി വരുമാനത്തിലും വൻ ആഘാതമുണ്ടാക്കും. ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് തൊഴിൽ നൽകരുതെന്ന് യുഎസ് കമ്പനികൾക്ക് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇന്ത്യക്കെതിരെ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾക്ക് പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കേണ്ടതില്ലെന്ന് തന്നെയാണ് മോദി സർക്കാരിന്റെ തീരുമാനം. ട്രംപ് അധികാരത്തിൽ വരാനുവേണ്ടി യുഎസിൽ ചെന്ന് ക്യാമ്പയിന് നടത്തിയയാളാണ് പ്രധാനമന്ത്രി മോദി. അദ്ദേഹത്തിന്റെ അനുയായികൾ ട്രംപിന്റെ രണ്ടാം വരവ് മതിമറന്ന് ആഘോഷിച്ചവരാണ്. ട്രംപ് മോദി ബന്ധത്തിന്റെ ദൃശ്യാവിഷ്കാരങ്ങൾക്ക് പേജും പ്രൈം ടൈമുകളും നിർബാധം നൽകിയവരാണ് ഇന്ത്യയിലെ ഭീമന മാധ്യമങ്ങൾ. അവരെയെല്ലാം ഇരുത്തിച്ചിന്തിപ്പിക്കാന് പോന്നതാണ് ട്രംപിന്റെ പുതിയ പ്രതികാര നടപടികൾ. ബ്രോമാൻസ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട സൗഹൃദ പ്രകടനങ്ങൾ എത്ര വലിയ പ്രഹസനമായിരുന്നുവെന്ന് ഇന്ന് വ്യക്തമാകുന്നു. ബ്രിക്സ് ഗ്രൂപ്പിലെ ഇന്ത്യയുടെ സജീവ പങ്കാളിത്തം, റഷ്യയുമായും ഇറാനുമായും വെനിസ്വേലയുമായുള്ള ബന്ധം, പാകിസ്ഥാനോടുള്ള സമീപനം എന്നിവയിലെല്ലാം ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യയോട് അടങ്ങാത്ത കലിയുണ്ട്. സത്യത്തിൽ ഇത് ട്രംപ് വന്നപ്പോഴുണ്ടായ പ്രതിഭാസമല്ല. ഭൗമ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാമ്പത്തികമായി വരിഞ്ഞുമുറുക്കുന്നത് യുഎസിന്റെ തന്ത്രമാണെന്ന് റിസർവ് ബാങ്ക് മുൻ ഗവർണർ ഊർജിത് പട്ടേൽ തയ്യാറാക്കിയ പഠനം ചൂണ്ടിക്കാട്ടുന്നു. ക്രൂരമായ ഉപരോധങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിൽ എക്കാലവും മുന്നിൽ നിന്നത് അമേരിക്കയായിരുന്നു. പക്ഷം പിടിച്ച് തമ്മിൽ തല്ലിക്കുകയെന്നതും യുഎസ് വിനോദമാണ്. 1971 ഒരു പത്രകട്ടിംഗ് പുറത്തുവിട്ട് കരസേനയുടെ ഈസ്റ്റേൺ കമാൻഡ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയുണ്ടായി. 1950 തന്നെ പാകിസ്ഥാന് ബില്യൺ കണക്കിന് ഡോളർ യുഎസ് നൽകിവരുന്നുവെന്നായിരുന്നു ആ വാർത്തയുടെ ഉള്ളടക്കം. പഹൽഗാം ആക്രമണത്തിന് ശേഷം ട്രംപ് നടത്തിയ പ്രസ്താവനകളെല്ലാം ഇന്ത്യയുടെ പരമാധികാരവും അന്തസ്സും ചോദ്യം ചെയ്യുന്നതായിരുന്നു. പഹൽഗാം ആക്രമണത്തിന് ആഴ്ചകൾക്ക് ശേഷം പാകിസ്ഥാന് സൈനിക മേധാവിയെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചതും 19% എന്ന കുറഞ്ഞ താരിഫ് നിശ്ചയിച്ചതും പാകിസ്ഥാനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല.
ഇന്ത്യക്ക് കൃത്യമായ സന്ദേശം കൊടുക്കാനായിരുന്നു. നിരന്തരം വാക്ക് മാറ്റിപ്പറയുന്ന ട്രംപിന് മുന്നിൽ ഇന്ത്യയുടെ ദീർഘകാല മുൻഗണനകൾ അടിയറവ് വെക്കരുത്. പ്രതികാരചിന്തവും ഉപരോധവും മറികടക്കാൻ ബ്രിക്സ് അടക്കമുള്ള കൂട്ടായ്മകൾ ശക്തമാക്കണം. യുഎസുമായി മുന്നേറുന്ന വ്യാപാര ചർച്ചകൾ അതേ ഊർജ്ജത്തില് മുന്നോട്ടു പോകണം. എന്നാലത് ഇറാനോടും റഷ്യയോടുമൊക്കെ ബന്ധം വിച്ഛേദിച്ചുകൊണ്ടാകരുത്. റഷ്യയുടെ യുക്രൈന് അധിനിവേശം അവസാനിപ്പിക്കാന് നടക്കുന്ന ചർച്ചകൾ പൊളിയുന്നത് ഇന്ത്യയുടെ കുറ്റമല്ല. അതിന്റെ ഉത്തരവാദിത്വം ട്രംപ് ഭരണകൂടത്തിന് തന്നെയാണ്.